പാലക്കാട് വാണിയംകുളം പെട്രോൾ പമ്പിൽ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. വാണിയംകുളം സ്വദേശികളായ അശ്വജിത്ത്, അരുണേഷ്, സാഗർ എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ ആക്രമിച്ചതാണ് സംഭവം. അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 2 പേര് ബൈക്കിലെത്തി പെട്രോൾ അടിക്കുന്നു. അതിനിടയിൽ യുവാവ് ഒരു ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നു ദൃശ്യം കണ്ടിട്ട്, അയാളുമായി സംസാരിച്ച് പിന്നീട് തല്ലുകയാണ്. 3 പേരാണ് ആ ബൈക്കിലെത്തിയത്. അവിടെ നിയമലംഘനം തന്നെയാണ്. സംസാരിച്ച് പിന്നീട് ആ പെട്രോൾ അടിച്ച് നൽകുന്ന ആളെ തല്ലുന്നു, ജീവനക്കാരനെ തല്ലുന്നു. വീണ്ടും ഭീഷണിയൊക്കെ ഉണ്ട്. അതിനുശേഷം വാഹനമെടുത്ത് അവരെ കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വാണിയംകുളത്താണ്. വിവരങ്ങൾ നൽകാൻ ഗോകുൽ VS ഉണ്ട്. ഗോകുൽ, ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, മർദ്ദിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതൊരു ചെറിയ കുട്ടി കൂടിയാണെന്നാണ് എനിക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്തിന്റെ പേരിലാണ് ഇവർ ഈ കുട്ടിയെ തല്ലിയത്? 3 പേര് ബൈക്കിൽ സഞ്ചരിച്ചുൾപ്പെടെ ഒരുപാട് നിയമലംഘനങ്ങളുമുണ്ട്. ഇവരെ എങ്ങനെയാണ് പോലീസ് പിടികൂടിയത്? എവിടെ നിന്നാണ്? എന്തൊക്കെയാണ് ഇവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ? വാണിയംകുളത്ത് വെച്ചാണ് ഇവരെ പിടിയിലായത്. വാണിയംകുളം സ്വദേശികളായ അശ്വജിത്ത്, അരുണേഷ്, സാഗർ എന്നിവരാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. ഇവർ പെട്രോൾ പെട്രോൾ അടിക്കുന്ന രാഷ്ട്രീയക്കുഴപ്പം സംബന്ധിച്ച് തർക്കമാണ് ഇത്തരത്തിലൊരു കയ്യാങ്കളിയിലേക്ക് മുതിർന്നത്. മുഖത്ത് അടിക്കുകയാണ്. 19 വയസ്സുള്ള പെട്രോൾ ജീവനക്കാരന് 19 വയസ്സേ ഉള്ളൂ. പാർട്ട് ടൈമായി ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഇവർ 3 പേരും 3 സംഖ്യ പറഞ്ഞു. ഒരാൾ 50 രൂപയ്ക്ക് പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞു, മറ്റേ 60 രൂപയ്ക്ക് അടിക്കണമെന്ന് പറഞ്ഞ്, മൂന്നാമൻ 70 രൂപയ്ക്ക് അടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതിനൊരു തീരുമാനമാക്കും, അതിനുശേഷം അടിക്കാമെന്ന് പറഞ്ഞതിനാണ് ഇത്തരത്തിൽ മുഖത്ത് അടിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതിൽ 3 പേർ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. മർദ്ദിച്ച, അതായത് കയ്യേറ്റം ചെയ്ത വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്.